ഇതിന് പുറത്തും ജസ്റ്റ് ഇതാ ഭയങ്കര ഇതായി കിടക്കുന്നു. ഒന്ന് പിന്നെടുത്ത് കുത്തി തരുമോ, ലെവലാക്കി തരുമോ? വേഗം വാ, ഒരു 5 മിനിറ്റേ ഉള്ളൂ. എനിക്കൊരു സ്നേഹിതി സ്നേഹിതി ഉനക്കൊരു പൗർണമി പൗർണമി. ഇതെന്താ? ഓറിയോ ബിസ്ക്കറ്റ് ഗൈസ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓറഞ്ചിന്റെ ചോക്ലേറ്റിന്റെ ചോയുള്ള ഓറിയോ ബിസ്ക്കറ്റ് കിട്ടിയിട്ടുണ്ട്. കൊള്ളാം. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ജിഞ്ചിനൊന്ന് ശരിയാക്കി തരുമോ? അയ്യോ, എന്റെ ബാക്ക് ആകെ വ്ളോഗ് ഒരു കോൺഫിഡൻസ് ഉണ്ടാകില്ല. വ്ളോഗ് കോൺഫിഡൻസ് ഉണ്ടാകില്ല. ഞാൻ ചെരുപ്പിട്ട് വരാം. എനിക്ക് വ്ളോഗ് കോൺഫിഡൻസ് കിട്ടില്ല. റെഡിയാക്കിയില്ല എനിക്ക്. കമോൺ, പിന്നെ കുത്തണം. ഞാൻ ഈ ഒരു മാക്സി ഭയങ്കര ഒരു സിൽക്കി ടൈപ്പ് ഓഫ് സ്നാക്സ് ആണ് കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഞാൻ എല്ലാം ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. മീൻസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് ഇങ്ങനെ ഓരോന്നോരോന്നും ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നവരും കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കണല്ലോ. അല്ലേ? വരുന്നില്ലല്ലോ. ആക്ച്വലി ഇതാ ഇവിടെ ഈ ഒരു ഭാഗം നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കുത്തി വരും. പിന്നെ അത് ഓൾറെഡി കുത്തി വെച്ചാണല്ലോ. അത് എനിക്ക് ഞാൻ എവിടെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഷേപ്പാവാൻ വേണ്ടിയിട്ടാ. ഓക്കെ. അപ്പോൾ കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട്. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ബിഡി ടിപ്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണ് എന്ന് പറയും. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ വെച്ചാല് ഇവിടെ വലിയ മരം ഉണ്ട് കേട്ടോ. അപ്പൊ മുരിങ്ങേന്റെ അപ്പൊ ഞങ്ങൾ അത് ഓൾറെഡി പറിച്ച് വെച്ചിട്ട് വീഡിയോ കൂടെ വരുന്നതായിരിക്കും കേട്ടോ. കൊമ്പ് ഒടിച്ച് കുറച്ച് ആൾക്കാർക്ക് കൊടുക്കാണ്ടില്ല. അപ്പൊ വെറുതെ വേസ്റ്റ് ആക്കല്ല. അപ്പൊ അവർ കുറച്ച് കൊണ്ടുപോയി. അപ്പൊ കുറച്ച് ഞങ്ങൾ എടുക്കാൻ വിചാരിച്ചു വീഡിയോക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഞങ്ങള് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അത് എല്ലാം നമുക്ക് ക്ലീൻ ചെയ്യണം. തൊണ്ടവേദന എടുത്തു ഗൈസ് ഭയങ്കരമായിട്ട്. ഞാൻ ഇന്നലെ പറഞ്ഞതാണ് ആ സിപ്പപ്പ് കഴിക്കേണ്ടതാണ്. സിപ്പപ്പ് കഴിച്ചിട്ടാണ് ആ തൊണ്ടവേദന എടുത്തത്. സിപ്പപ്പ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിപ്പപ്പ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാതിരിക്കാൻ തോന്നുന്നുണ്ടോ? എനിക്ക് ഇതിന് മുന്നേ തൊണ്ടവേദന വന്നിട്ടുണ്ട്. അമ്മോ ദൈവമേ, ദൈവത്തിനുണ്ടോ. എന്നിട്ട് അവസാനം ഉപ്പുവെള്ളം വായിലാക്കിയിട്ട് ഇങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ ആക്കിയപ്പോൾ ഒരു ആശ്വാസം കിട്ടി തൊണ്ടയ്ക്ക്. പിന്നെ അതങ്ങ് മാറി. പിന്നെ തണുത്ത ഞാൻ കുറച്ചില്ല. തണുത്ത വെള്ളം ഒരുപാട് മാക്സിമം കുടിക്കാറുണ്ട്, തണുത്ത വെള്ളം. അതാണ് അങ്ങനെ വന്നത്. ഹായ്, ഹലോ. അപ്പം നമ്മൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള വ്ളോഗ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ മൈക്ക് സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ വേണ്ടല്ലേ, നമുക്ക് എവിടെ നിന്നാണ് ഷൂട്ട് ചെയ്യാൻ പ്ലാനിങ്? ഇവിടെ നിന്നാണോ ഷൂട്ട് ചെയ്യാൻ പ്ലാനിങ് വെച്ചാൽ നമുക്ക് ഇവിടെ എങ്ങനെ ഉണ്ടാവും? നമുക്ക് ആദ്യം വാഴയിലെടുത്തിട്ട് ഇവിടെ ചെത്താം. ഇവിടെ ഇങ്ങനെ ചെത്തി ഇവിടെ ഇങ്ങനെ വെക്കാം. എങ്ങനെ ഉണ്ടാവും? ഓക്കെ, ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് അപ്പൊ ആദ്യം കത്തിയെടുത്തോണ്ട് നമുക്ക് വാഴയിലെടുക്കാം. കത്തിയെടുക്കാം അല്ലേ? അപ്പൊ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഗൈസ്, ഇന്ന് നിങ്ങളെല്ലാവരും ഒരു ഒടുക്കത്തെ വീഡിയോ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. കാരണം ഞങ്ങളെല്ലാം ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള വ്ളോഗാണ്. നമ്മൾ ഒരു സിസ്റ്റേഴ്സ് എല്ലാം കൂടി ചേർന്നിട്ട്, നമ്മുടെ സിസ്റ്റേഴ്സ് ഓക്കെ, ഞാനും ചേച്ചിയും കൂടി ചേർന്നിട്ട് നന്നായിട്ട് ചീരയെല്ലാം ഒന്നായിട്ട് അങ്ങോട്ട് നന്നാക്കാൻ പോവുകയാണ്. സോ ടോട്ടലി ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കണ്ട, ഉടനെ തന്നെ വീഡിയോക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് ആദ്യമായിട്ടാണ് ചാനൽ വാച്ച് ചെയ്യുന്നെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ്
സബ്സ്ക്രൈബ് ചെയ്യാ. നമുക്ക് ഒട്ടും ലേറ്റ് ആക്കണ്ട, വേഗം സ്റ്റാർട്ട് ചെയ്യാം. റീൽസ് എടുക്കണം. യെസ്, റീൽസ് നമുക്ക് എടുക്കണം. നല്ല രസമായിട്ട് റീൽസ് നമുക്ക് എടുക്കണം. ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് റീൽസ് ചെയ്യാം. ഓക്കെ, ഈ ചേച്ചി ആദ്യം കട്ട് ചെയ്യാൻ പോണേ. 2 വലിയ വാഴത്തണ്ട്, വാഴയില. വേറെ വാഴയുണ്ടോ? അവിടെ തന്നെ എടുക്കുന്നല്ലേ? ഓക്കെ ചേച്ചി, ഇതാ ഞങ്ങൾ രണ്ടാളും പോയിട്ട് നല്ല വേഗം പോയിട്ട് വാഴയില പോയിട്ട് എടുത്തു വരെ. അല്ല, നമ്മൾ രണ്ടൊക്കെ വ്ളോഗാണല്ലേ. അപ്പൊ ഗൈസ് ചേച്ചി ഷൂ ഒക്കെ ഇട്ട് നിൽക്കാണ്. നമുക്ക് വേഗം അങ്ങോട്ട് പോവാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കോട്ട് പോണോ? അത് കുഞ്ഞല്ലേ, അതിന് വറുപ്പാവല്ലേ. ഓക്കെ, അപ്പൊ ഞാൻ ക്യാമറ ഒന്നുകൂടി ലെങ്ത് കൂടുതൽ. ഇവിടെ നോക്കിക്കോ. ഏളം വാഴ വെട്ടണ്ട വെച്ചിട്ട് നമുക്ക് എന്തിനും അടണ്ടാക്കാനോ അങ്ങനെ എടുക്കാനോ. ഗൈസ് അവിടെയൊക്കെ പോയിക്കോട്ടോ. അല്ല, ഞാൻ ഒരു മിനിറ്റ്, ഞാൻ അങ്ങോട്ട് അധികം നിൽക്കണ്ട, ഒരു മിനിറ്റ്. ഗൈസ് ഇതാ ചേച്ചി ഇതാ പോവാണ്. ഗൈസ് പറക്കിട്ട് അവള് പറക്കി 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 വാഴത്തുണ്ട്. പറക്കി, കമോൺ ഫാസ്റ്റ്. മതി. അങ്ങനെ ഞാനും പോവുകയാണ് ഗൈസ്. ഓ ഗൈസ് നോക്കൂ, ഞാനും പോവുകയാണ്. ഓക്കെ ഓക്കെ ഗൈസ്, ഓക്കെ. അതിങ്ങനെ കൊത്തിട്ട് കിട്ടില്ല, ഇങ്ങനെ കിട്ടുന്നുണ്ട്. നമ്മളെവിടെ ഇരിക്കുന്നത്? നമുക്ക് ഇവിടെ ഇരിക്കാം. ഇത് നല്ലൊരു സ്ഥലമല്ലേ, കാപ്പി കൊടുത്തിരി. ഇത്തിരി നല്ലോണം കാപ്പി. ഞാൻ കസാല കൊള്ളാം. നമുക്ക് ഓൾറെഡി ഇന്നൊരു പേപ്പർ വേണം. ഇവിടെ വെച്ചിട്ടുണ്ട് 2 വാഴകൾ ഇരിക്കുന്നത്. ഇതാണ് ചേച്ചി, താ മുരിങ്ങയിലായിട്ട് വരുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം ഞങ്ങൾ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ കറിക്ക് വേണ്ടതാണ് ഞങ്ങൾ എടുക്കുന്നത്. ഇത്ര കിട്ടിയിട്ടുണ്ട്. നമ്മള് ഉണ്ടാക്കുന്ന വെച്ചാൽ പരിപ്പും മുരിങ്ങയിലും. നമ്മൾ പണ്ടത്തെ ആൾക്കാരൊക്കെ അധികം ഉണ്ടാക്കുന്ന അവരുടെ ആരോഗ്യം തന്നെ ആ ഒരു ഇതിൽ തന്നെയാണ്. നമ്മുടെ മുരിങ്ങയിലെ തന്നെ പണ്ടത്തെ ആരോഗ്യമൊക്കെ. അപ്പൊ അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. മുരിങ്ങയില പരിപ്പും കറിയും ഉണ്ടാക്കാൻ പോകും. ഇത്ര അത് കൊറേ ടഫാ. ഞാനത് ചെയ്തിട്ടില്ലേ, ഈ ജോലിക്ക് അറിയില്ല. പണ്ടത്തെ ആൾക്കാർ ആരോഗ്യം വെച്ചെന്താ ഭക്ഷണങ്ങള്, പൂള. കാപ്പി പൊട്ടിക്കരുത് എടി. പണ്ടത്തെ ആൾക്കാർ ആരോഗ്യം വെച്ചെന്താ പൂള, അതേപോലെ തന്നെ എന്ത് പുഴുക്ക്, മുരിങ്ങയുടെ ഇല. ഇതൊക്കെ മുരിങ്ങയുടെ ഇല വാട്ടിയിട്ട് ഇതൊക്കെയാണ് ഓരോ ഭക്ഷണ രീതി വെച്ചാല് പണ്ടത്തെ ആൾക്കാരുടെ ഭക്ഷണം. അതുകൊണ്ട് അവർക്ക് കുറച്ച് ആയുസും കിട്ടുന്നുണ്ട്. ഇപ്പത്തെ ആൾക്കാർ ഫുഡൊക്കെ കഴിച്ചിട്ട് എന്താ സ്ഥിതി? ഓക്കെ, അപ്പൊ നമ്മള് അവിടെ ക്യാമറ സെറ്റ് ചെയ്യാണ്. പാപ്പി നേരെ വെക്ക്. അവിടെ പാപ്പി കസര പൊട്ടു. എന്നാ കഞ്ഞിയെ നോക്കിയോ? കസര പൊട്ടു പാപ്പി. ഞാൻ കാണിച്ചു തരാം, ഫുഡ് തരാം. ഓക്കെ, അപ്പം ഇതിനകത്ത് നന്നാക്കി വെച്ചാൽ മതി. ഇതിനകത്ത് നമുക്ക് ഇതിട്ടാം. ഇത് നമുക്ക് ക്ലീൻ ആക്കണമെങ്കിൽ ഞാൻ പ്ലേറ്റ് എടുത്ത് അടുക്കളയിൽ പ്ലേറ്റ് എടുത്ത് വരാം. അപ്പൊ ഗൈസ് ഞങ്ങൾ അങ്ങനെതാ മുരിങ്ങയില
ഓക്കെ ഗൈസ് വന്നിരിക്കുകയാണ് ചേച്ചി. അപ്പൊ ഈ ഗൈസ് ഞാൻ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഗൈസ് എന്റെ പിന്നെ വീണ്ടും വിട്ടു. ഇങ്ങനെ വീടാനൊന്ന് ഷേപ്പ് ആക്കിയാ പോരെ? ഇങ്ങനെ കുത്തിരേണ്ട ആവശ്യമുണ്ടോ? ഓ പാപ്പി മാറി അവിടുന്ന് മാറിക്ക. ഓക്കെ അപ്പൊ ഞങ്ങളിതാ സമയം ഞങ്ങൾ അരിയാൻ പോവുകയാണ് ഗൈസ്. ഓക്കെ ഗൈസ് അപ്പൊ ഞങ്ങളിതാ എടുക്കാൻ ഇരിക്കാൻ പോവാണ്. ഇരിക്കല്ലേ നമുക്ക് പൊട്ടിപ്പോയിട്ടുണ്ട് ഗൈസ്. ആക്ച്വലി എടുത്തോ ഞാന് ഞങ്ങളിതാ ഇരിക്കട്ടെ. നുള്ളാൻ പോവാണ് ഗൈസ്. ഇതെങ്ങനെയാണ് ഗൈസ് ഞങ്ങൾക്ക് അറിയാം. ഇത് അറിയേണ്ട ആവശ്യമൊന്നും ഇങ്ങനെയാ ഞാൻ പറഞ്ഞു. ഇങ്ങനെയല്ലേ? ഓ മതി. വലിയൊരു കാര്യം കുട്ടിക്ക് ബുദ്ധിയുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ് അപ്പൊ ഞങ്ങൾ പാപ്പി മാറി നടന്നു മാറി പാപ്പി ബ്ലോഗ് എടുക്കട്ടെ. ഇത് ഞങ്ങള് ഇന്നലെ പറിച്ചു വെച്ചോട്ടോ ഗൈസ്. അപ്പൊ ഇന്ന് ഞങ്ങൾ വീഡിയോക്കായിട്ടാണ് പറിച്ചത്. അപ്പൊ പറിച്ച വീഡിയോക്കായിട്ട് ആണ്. ബാക്കിയുള്ളവർക്ക് ബാക്കി ഈ സിമ്പിൾ ആണ്. നമ്മള് വേപ്പിലൊക്കെ അരിയുന്ന ആ ഒരു രീതിയിൽ നമുക്ക് അരിയാവുന്നുള്ളൂ. പക്ഷെ നുള്ളി എടുക്കുമ്പോ കുറച്ച് ടഫാണ്. തണ്ടോടിട്ടാൽ നമുക്കൊരു കറിക്ക് ടേസ്റ്റ് തോന്നുന്നില്ല. തണ്ടോടിട്ട ടേസ്റ്റ് ഉണ്ടാവില്ല. ഇങ്ങനെ നുള്ളി ഇല പരിപ്പിന്റെ കൂടെ ആ ഇല ഗൈസ്. എനിക്കും ഒരു ആക്ച്വലി തൊണ്ടവേദന ഉണ്ട്. എനിക്ക് ഭയങ്കര തൊണ്ടവേദന. എന്നാലും ഞാൻ സംസാരിക്കുക തന്നെയാണ്. പക്ഷെ അത്ര കൂട്ടിട്ടില്ല. നുള്ളി അരിയാ പറയുമ്പോ കുറച്ച് ടഫ് തന്നെയാണ് അല്ലേ? ടഫ് പറഞ്ഞാല് നമ്മളായിട്ടാ ബാക്കിയുള്ള വീട്ടിലിരിക്കുന്ന കുറെ അമ്മമാർക്ക് സിമ്പിളാണ്. സിമ്പിൾ അരിയാണ്. അവരെന്റെ അമ്മ ഭയങ്കര ഈസി ആയിട്ട് അവരരിയും. വേപ്പിനെ കുറച്ചുകൂടി സിമ്പിളാണ്. പക്ഷെ ഇത് വേപ്പിലല്ലോ. വേപ്പില് പല സിമ്പിൾ. എനിക്കിഷ്ടം മുരിങ്ങേന്റെ കറി ഭയങ്കര ഇഷ്ടം. അത് മുരിങ്ങേനല്ലേ? ചീരല്ലോ. ചീരക്കറി അങ്ങനെ ടേസ്റ്റ് ഇല്ല കേസ്. മുരിങ്ങയില പറഞ്ഞാൽ എന്നും നിലനിൽക്കുന്ന സാധനമാണ് നമ്മുടെ ശരീരത്തിന്. ഈ മുരിങ്ങ ഇല കൊണ്ട് പലവിധ ഉപയോഗമുണ്ട്. അതായത് നമുക്ക് കണ്ണിന് കാഴ്ചശക്തിക്ക് ഏറ്റവും നല്ലൊരു ബെറ്ററാണ് മുരിങ്ങന്റെ ഇല പറഞ്ഞാൽ. നമുക്ക് കണ്ണിനൊക്കെ കാഴ്ചയില്ലാത്ത അമ്മമാരൊക്കെ ഉണ്ടാവല്ലോ, അവർക്കൊക്കെ നല്ലതാട്ടോ. നല്ല ഗുണമാണ് ഗൈസ്. സത്യം പറയാം. ഒരു എന്താ പറയാ, അതല്ല നമ്മുടെ ആരോഗ്യത്തിന് നല്ല ഹെൽത്തി ഉണ്ടാവും. മനസ്സിലായില്ലേ? നല്ല ആരോഗ്യം ഉണ്ടാവും. ഭയങ്കര നമുക്ക് തന്നെ ഒരു ഇതാണ്, പോസിറ്റീവ് എനർജി. പക്ഷെ ഈ മുരിങ്ങേന്റെ ഇല ജ്യൂസ് അടിച്ച് കുടിക്കുക അങ്ങനത്തെ കേട്ടിട്ടുണ്ടല്ലോ. ഇല്ലെങ്കിൽ അത് പ്രഷറൊക്കെ കുറയാൻ വേണ്ടിയിട്ടാവുണ്ട്. ആ പ്രഷർ ഉള്ളവർക്കൊക്കെ നല്ല ജ്യൂസ് കുറച്ച് കയ്പൊക്കെ കിട്ടുമല്ലോ. അതേപോലെ ഇത് മറ്റേ കയ്പിന്റെ കാര്യം പറഞ്ഞപ്പോ കയ്പങ്ങ അല്ലതാ. സീരിയസ് ആയി പറയാം. കയ്പങ്ങ കുറച്ച് കൊടുക്കണ്ട. പക്ഷെ ഇത് കുറച്ചിട്ടുണ്ടോളൂ ഇത്ര കഴിഞ്ഞാലും. അത് കറിയാവുമ്പോ അത്യാവശ്യം ഉണ്ടാവുമല്ലോ, അത് പോരെ. പിന്നെ അത്രയ്ക്ക് വലിയ കൂട്ടുന്ന ആൾക്കാരും ഇല്ലല്ലോ നമ്മൾ കുറച്ച് പേരല്ലോ. ഞാനങ്ങനെ നമ്മൾ ഒരുപാട് വീഡിയോസിൽ വരാൻ പോകുന്നു. നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പറയും. ഞാൻ എന്തിനാ ഒരു ദിവസം കാണുമ്പോൾ പിറ്റേ ദിവസം കാണില്ല. ഭയങ്കര പ്രശ്നമാണ് അത്. അപ്പൊ എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ എത്തുന്നില്ലേ ഗൈസ്? നോട്ടിഫിക്കേഷൻ എത്തുന്നെങ്കിൽ നിങ്ങളെ കാണാം കേട്ടോ. അല്ലാണ്ട് നിങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ, സെർച്ച് ചെയ്തിട്ട് കാണുക. അപ്പൊ അന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതാണ് നമ്മൾക്ക് സപ്പോർട്ട് പറയുമ്പോൾ ഭയങ്കര വിഷമമാണ്. പ്രത്യേകിച്ച് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കൊരു പോസിറ്റീവാ. അഞ്ജിത പറഞ്ഞ വ്യക്തി കുറെ വീഡിയോസ് ഇടും സപ്പോർട്ട് ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഏത് വീഡിയോ വേണ്ടി വെച്ചാലും നോട്ടിഫിക്കേഷൻ ഞങ്ങൾ ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഏതാന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്ത് തരിക. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. രണ്ടാളും ഇടുന്നതായിരിക്കും. ഓക്കെ, രണ്ടാളും ഇടുന്നതായിരിക്കും കേട്ടോ ഗൈസ്.
അതന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ 5 ഇടും വെച്ചാൽ 5 ചാനലായതുകൊണ്ട് 5 ഇടുന്നു പറഞ്ഞത്. അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ഇടും ഡെയിലി. ബട്ട് നിങ്ങൾ സപ്പോർട്ട് വേണം. അതാണ് ഒരു മുരിങ്ങയുടെ ഇല പറഞ്ഞാല് ഒരാൾ നുള്ളുമ്പോ ഭയങ്കര പാടായിട്ട് തോന്നും. പക്ഷെ കുറച്ച് ആൾക്കാർ വട്ടങ്ങനെ ഇരുന്നാലോ ഈസി ആയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ടാണ്. അതിനൊക്കെ കുറെ ആൾക്കാർ വേണേ. ഈ വേരോട് അതിലേക്ക് ഇടരുതേ. സിമ്പിൾ എളുപ്പപ്പണി നോക്കരുതല്ലോ ഗൈസ്. ചിരിച്ചുകൊണ്ട് കാര്യം അവതരിപ്പിച്ച് ഗൈസ്. സാമർത്ഥ്യമുള്ളവരാണ് ചിരിച്ചുകൊണ്ട് കാര്യം അവതരിപ്പിക്കാന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഗൈസ് എനിക്ക് എന്റെ മുന്നിലേക്ക് ഇടുവോ? എനിക്ക് കുറച്ചത് മുന്നിലേക്ക് വെക്കോ? എനിക്ക് അതല്ല അതല്ല അയ്യ അങ്ങോട്ടല്ല ഇത് എടുക്കോ ഞങ്ങളെ അങ്ങനെയല്ല കമ്പനിയിൽ എടുക്കോ കേട്ടോ. അത് ഞങ്ങൾ കുറച്ചും കൂടി ഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്ത് ഫോണാ? അല്ല അത് അതാ കുത്തിയിട്ടത്. അതാ അത് വാവനെ പോക്കാം. ഇത് ആ ആ അതിപ്പോ കയ്യും വിവോ ആണല്ലടാ. അകത്തുണ്ട്. ഇപ്പൊ എടുത്തോ. അപ്പൊ ഞങ്ങള് ഏകദേശം കഴിഞ്ഞു കേട്ടോ. സിമ്പിൾ ആയിട്ട് തന്നെ ഈസി ആയിട്ട് തന്നെ കഴിഞ്ഞു. ഭയങ്കര ടഫൊന്നും ഈസി പറഞ്ഞാലേ രണ്ടാളുള്ളതുകൊണ്ടാണ് വേഗം ഇത്തിരി ആയതുകൊണ്ട് വേഗം കിട്ടിയത്. അല്ലാണ്ട് ഒരാൾക്കൊക്കെ ആണെങ്കിൽ കൊറേ നുള്ളി കമ്പനിയിൽ സാധനം ചെയ്യില്ല മോളെ. അവിടെ തോത്ത്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായ ഞങ്ങൾ വേഗം കറിയൊക്കെയുള്ള തയ്യാറെടുപ്പോടെ ഞങ്ങളുടെ ശുദ്ധമായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഇല റെഡി ആയിട്ടുണ്ട് അല്ലെ. ഇലക്കറിക്കൊക്കെ സൂപ്പറാണ്. ഇതാ അങ്ങനെ. അപ്പൊ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയർ ചെയ്യാൻ പറയും. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ ബൈ. ഓക്കെ.